ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറിയും ജില്ലാ ജമിയത്തുൽ ഉലമയുടെ പ്രസിഡൻറ്റുമായ അഭിമന്യരായ തോക്കെ കാമിൽ സഖാഫി ഉസ്താദിൻ്റെ ദർസ് രംഗത്തെ 25 വർഷം പൂർത്തിയാക്കുന്ന ഉസ്താദ് അവരുകളോട് ഒരു അഭിമുഖമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ആ ചെറിയ വയസ്സുകാലത്ത് പോലും ഏകദേശം ഒരു 6-7 കിലോമീറ്ററുകൾ യാത്ര ചെയ്തിട്ടാണ് ഞങ്ങൾ സ്കൂളിൽ പോയി പഠിച്ചത്. അതായത് 7 കിലോമീറ്റർ രാവിലെയും വൈകുന്നേരം നടന്നിട്ട്. അതെ, പോകാൻ 7 കിലോമീറ്റർ, വരാൻ 7 കിലോമീറ്റർ, 16 കിലോമീറ്റർ ദിവസം നടന്നിട്ടുണ്ട്. ഉസ്താദിൻ്റെ ജന്മഭൂമി കേരളത്താണെങ്കിലും കർമ്മരംഗം കർണാടകയിലായിരുന്നു. കാരണം ഞങ്ങളെ ജീവിതം എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ വലിയ ഒരു പ്രയാസത്തിൻ്റെ കഷ്ടത്തിൻ്റെ ജീവിതമായിരുന്നു. ഞാൻ മർക്കസിൽ മുഖ്തസറിൽ ഏകദേശം 98-99 വരെ എനിക്ക് ഏകദേശം ഒരു 20-22 വയസ്സ് വരെ ഞങ്ങൾ തോക്കയിലായിരുന്നു ജീവിച്ചിരുന്നത്. അവിടെ ഞങ്ങളെ വീട്ടിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല. മറ്റേ ചിമിണി എത്തിച്ചിട്ടാണ് ഞങ്ങളൊക്കെ പഠിച്ചത്. തോക്കയിൽ നിന്ന് വിടുന്നത് വരെ ഞങ്ങളെ വീട്ടിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല. അത്രയ്ക്കും ഒരു പ്രയാസത്തിൻ്റെ കഷ്ടത്തിൻ്റെ ജീവിതമായിരുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു 15-16 വയസ്സാകുമ്പോൾ ഞാൻ അന്ന് ഉച്ചിലത്ത് പഠിക്കുന്ന കാലമായിരുന്നു. റമദാനിൽ ദർസ് ലീവ് ഉണ്ടാവുമല്ലോ. ആ റമദാനിൽ അന്നൊക്കെ ഈ മണ്ണിൻ്റെ പണിയുണ്ട്. അതായത് അന്നൊക്കെ വീട് നിർമ്മിക്കുന്നത് ഈ മണ്ണ് കൊണ്ടാണ് കൂടുതലും, കല്ല് കൊണ്ടല്ല. അപ്പോൾ ഈ മണ്ണ് അതിങ്ങനെ നനച്ച് അതൊരു കൊട്ടയിലാക്കി അതിനടുത്ത് നമുക്ക് എന്താക്കണം, ഈ കിട്ടുന്ന ആളുകൾ കൊണ്ടുപോയി കൊടുക്കണം. അത് ഞങ്ങൾ സ്വന്തം തന്നെ എന്താക്കണം, ഉയർത്തി നമ്മൾ തലമേൽ വെച്ചിട്ട് കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ ആ ജോലിക്ക് അന്ന് എനിക്ക് 15-16 വയസ്സാണ്. ആ വയസ്സിൽ ഞാൻ ഈ റമദാനിലെ നോമ്പ് പിടിച്ച് ആ ജോലിക്കൊക്കെ പോയിരുന്നു. ജോലി തരുന്ന മഹല്ലുകൾ തന്നെ ഉണ്ടാവില്ല. കാരണം ഇങ്ങനെ ആദർശപരമായി പരസ്യമായി പ്രസംഗിക്കുന്ന ആളുകളെ പലപ്പോഴും മഹല്ലുകളിൽ നിർത്താറില്ല. വെള്ളിയാഴ്ച അവിടെ ജുമാക്ക് അവർ പ്രകാശനം ചെയ്യുമ്പോൾ അതിൻ്റെ മറുപടി അതേ വെള്ളിയാഴ്ചൻ്റെ അന്ന് എനിക്ക് ഇവിടെ ഇറക്കണം എന്ന് ഞാൻ തീരുമാനിച്ചു. എനിക്ക് കിട്ടുന്നത് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ എന്ന് തോന്നുന്നുണ്ട്. ഞാൻ രാത്രി ഫുള്ള് ഉറക്കൊഴിഞ്ഞ് ആ പത്രത്തിന് ഒരു രാത്രി മുഴുവനും ഉറക്കൊഴിഞ്ഞ് അതിന് മറുപടി എഴുതി. ഒറ്റ രാത്രിയിൽ അതിന് മറുപടി എഴുതി. അന്ന് ഒറ്റക്കായിരുന്നു, എൻ്റെ കൂടെ ആരുമില്ല, ഒരു ടീം ആരുമില്ല. സുന്നിവാണി ഏറ്റവും കൂടുതൽ ആദ്യം ലേഖനങ്ങൾ എഴുതിയത് ഈ PFIക്കെതിരായിരുന്നു. PFIന് എതിരെ ശക്തമായ ഒരു പോരാട്ടം അന്ന് കർണാടകയിൽ നടത്തിയത് സുന്നിവാണി തന്നെയാണ്. അതെ, അത് KFD എന്ന പേരിലായിരുന്നു. ഫസ്റ്റ് എഴുതുന്ന സമയത്ത് KFD എന്നായിരുന്നു. പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞിട്ട് PFI. അപ്പോൾ അന്ന് ഈ KFDക്കെതിരെ സംസാരിക്കാൻ എല്ലാവരും ഭയപ്പെടുന്ന കാലമാണ്. അതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടാൻ ഭയപ്പെടുന്ന കാലമാണ്. കാരണം അവരെപ്പറ്റി അവരങ്ങനെ ചെയ്യും